രാത്രിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വിസിബിൾ ഒരു കാണാത്ത പോലെ അത്ര ഒരു പ്രകാശം ഇല്ലാത്തതുപോലെ തോന്നുന്നു. ഹലോ ഗൈസ്, വെൽക്കം ടു ഈസ്റ്റ് കേരള. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള ഫ്രോൺസ് ആയിട്ടാണ്. മാരുതിയുടെ ഏറ്റവും പുതിയ ഫ്രോൺസ്. ഇത് 6 മാസമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയോട് ഈ വാഹനത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഒരു വ്യക്തി 1 മാസം വാഹനം ഉപയോഗിക്കുമ്പോൾ ആ വാഹനത്തിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ആ വ്യക്തിക്ക് മനസ്സിലാവും. ഇപ്പോൾ 6 മാസമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഈ വാഹനത്തിൻ്റെ പോസിറ്റീവ് വശങ്ങൾ അതുപോലെ തന്നെ നെഗറ്റീവ് വശങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഗൈസ്, ഇദ്ദേഹമാണ് 6 മാസമായിട്ട് ഈ വാഹനം ഉപയോഗിക്കുന്ന വ്യക്തി. അപ്പോൾ ഈ വ്യക്തിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന് വ്യൂവേഴ്സിന് പരിചയപ്പെടുത്തി കൊടുത്തോളൂ. നിങ്ങളെ പേര്? ഞാൻ UV മോദിഞ്ഞാന്ന്, കമ്മാടത്താണ് താമസം. ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അല്ലേ? അപ്പോൾ നാട്ടിൽ തന്നെ നിൽക്കുന്ന ആളാണ്. അപ്പം നിങ്ങളിപ്പം എടുത്തിട്ട് എത്രയായി ഈ വാഹനം? ഞാൻ എടുത്തിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞു. നമുക്ക് ആദ്യം ഈ വാഹനത്തിൻ്റെ പോസിറ്റീവ് വശങ്ങളൊക്കെ ഇദ്ദേഹത്തോട് ചോദിക്കാം. ഈ വാഹനം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ഈ വാഹനം പിന്നെ എത്ര കിലോമീറ്റർ ഇപ്പോൾ ഓടി? ഇപ്പോൾ ഏകദേശം 7000 കിലോമീറ്ററോളം ഓടി. പിന്നെ വണ്ടി നല്ല ഹൈവേയിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല വണ്ടി നല്ല എത്ര സ്പീഡിൽ 80-100 പോയാൽ വണ്ടി അറിയില്ല. പിന്നെ മൈലേജ് എന്ന് പറഞ്ഞാൽ ലോക്കലിൽ ഓടുമ്പോൾ 14.5 കിലോമീറ്റർ കിട്ടും. ഹൈവേയിൽ 20 മുകളിൽ കിട്ടുന്നുണ്ട്. ഹൈവേയിൽ അതിപ്പോൾ ഈ 5000ൻ്റെ സർവീസ് കഴിഞ്ഞതിൽ കിട്ടുന്നതാ അല്ലെങ്കിൽ ഫസ്റ്റ് എടുക്കുമ്പോൾ? അല്ല, 5000ൻ്റെ സർവീസിന് മുന്നേ കിട്ടിയിരുന്നത്. നമുക്ക് കുറച്ചൊരു ഡ്രൈവ് പോവാം, എന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഈ ഒരു വാഹനം വരുന്ന 1.2 4 സിലിണ്ടറോട് കൂടി വരുന്ന ഒരു വാഹനം കൂടിയാണ്. ഇതേ പ്ലാറ്റ്ഫോമിലാണ് ബലേനോ കൂടി വരുന്നത്. നമുക്ക് ഇദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾ പിന്നെ ഈ വാഹനം എടുത്തപ്പോൾ എത്ര പൈസയായി? ടോട്ടൽ എത്ര ഓൺ റോഡ്? 10,20,000 രൂപയായി. 10,20,000 ഓൺ റോഡ്. പിന്നെ എക്സ്ട്രാ ഒന്നും ഫിറ്റ് ചെയ്തിരുന്നു? എക്സ്ട്രാ ഒന്നും ഫിറ്റ് ചെയ്തില്ല. ഈ 10,20,000 തന്നെ ഈ ഇതിന്റെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട്, ചെയ്തില്ല. കുറച്ച് എനിക്ക് തോന്നുന്നു സീറ്റ് കവർ ഇടാണ്ട് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ സീറ്റ് കവർ ഇടാതെ. കാരണം വണ്ടി സീറ്റ് കവർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാനുള്ള സുഖമില്ല. ഈ കമ്പനി സീറ്റ് ആകുമ്പോൾ അതിന്റെ നല്ല സ്മൂത്ത് ഇരിക്കാനുള്ള നല്ല ഇപ്പൊ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഫീൽ ആകുന്നുണ്ട്. നമുക്ക് ഫ്രോൺസിൽ നമുക്ക് അറിയാം ബലേനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ വേരിയന്റുകൾ വരുന്നുണ്ട് ഫ്രോൺസിൽ എത്തുമ്പോൾ. അതിൽ ഈ വാഹനം ഏതാണ്? ഇത് ഡെൽറ്റ പ്ലസ് ആണ്. ഡെൽറ്റ പ്ലസ്. അതുപോലെ ടെർബോ വേരിയന്റ് വരുന്നുണ്ട്, പെട്രോൾ ടെർബോ ഒക്കെ വരുന്നുണ്ട് ഫ്രോൺസിൽ. അതിൽ കുറച്ചും കൂടെ പവർ കൂടുതലാണ് ടെർബോ വരുമ്പോൾ. മൈലേജ് ടെർബോക്ക് മൈലേജ് കുറച്ച് ഷോർട്ടാണ്, കുറവാണ്. നിങ്ങൾ നോക്കിയിരുന്നു? ഷോർട്ട് നല്ല സൗകര്യമുണ്ട്, നല്ല നല്ല ഇതാണ്. നല്ല ടെർബോ നല്ല ഓട്ടം നല്ല സുഖമാണ്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു ടെർബോ? നല്ല സുഖമാണ് ഓട്ടം. കുറച്ചും കൂടെ പവർ കിട്ടും. പക്ഷെ മൈലേജ് പിന്നെയും കുറയും. ഇതിനിപ്പോ കമ്പനി പറയുന്നത് എത്രയാണ് മൈലേജ്? കമ്പനി 22 പറയുന്നുണ്ട്. നിങ്ങൾക്കിപ്പം ഹൈവേയിലൊക്കെ 20 വരെ കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഏത് വാഹനം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? ജീപ്പ് ഉണ്ടായിരുന്നു, Maruti 800 ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഉപയോഗിക്കുമ്പോ എങ്ങനെയുണ്ട് ഈ ഒരു വാഹനം? ഇത് ഫ്രോൺസ് നല്ല ഇതാണ്. ഇപ്പൊ ഏകദേശം ഇപ്പം ഫ്രോൺസ് ആണ് റോഡിലെല്ലാം കൂടുതൽ കാണുന്നത്. വണ്ടി ഓട്ടാൻ നല്ല ഇതുണ്ട്, മോശമില്ല. പിന്നെ ബാക്കിലൊക്കെ ഒരു 4 ആക്കൊന്നും ഇരുന്നാലും ഒരു പ്രശ്നമില്ല. സീറ്റെല്ലാം നല്ല സൗകര്യമുണ്ട്. ബാക്കെല്ലാം നല്ല ഇതാണ്. ഈ ലോങ് യാത്ര എവിടെയെങ്കിലും പോയിരുന്നോ നിങ്ങൾ ഫാമിലി ആയിട്ട്? ലോങ് ഞാൻ മാംഗ്ലൂർ പോയിരുന്നു. 100-200 കിലോമീറ്ററോളം ഓടിയിരുന്നല്ലേ? അപ്പം കുഴപ്പമൊന്നുമില്ല? ഇല്ല, ഒരു കുഴപ്പമില്ല. നല്ല വണ്ടി ഹൈവേയിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര സ്പീഡ് എടുത്താലും വണ്ടിക്ക് അനക്കമില്ല. നിങ്ങൾ സ്വിഫ്റ്റ് ബലേനോ അങ്ങനെയുള്ള വാഹനം ഒന്നും നോക്കിയിരുന്നില്ല? ഇതേ കാറ്റഗറിയിൽ സ്വിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ അവിടെ പോയിട്ട് ബലേനോ എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ല ഫ്രോൺസ് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഞാൻ ഫ്രോൺസിലേക്ക് മാറി. അതെ, ഇതിന് എനിക്ക് തോന്നുന്നു ബലേനൊന്നും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് അടി തട്ടുവോ അങ്ങനെ ഇല്ല, അടി തട്ടില്ല. വണ്ടി ഹൈറ്റ് കൂടുതലാണ്. കുറച്ച് ബലേനോനും സ്വിഫ്റ്റിനെക്കാട്ടിയൊക്കെ വണ്ടി ഹൈറ്റ് കൂടുതലാണ്. ഒരു മിനി SUV തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. നമ്മള് ബൂട്ട് സ്പേസ്, ഡിക്കിയൊക്കെ എങ്ങനെയാണ്? ഡിക്കിയൊക്കെ നല്ല സൗകര്യമുണ്ട്. ഡിക്കി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പഴയ അംബാസഡറിന്റെ അതേ സൗകര്യമുണ്ട്. അതേമാതിരി തന്നെ പിന്നെ ഈ മലയോരത്തിൽ ഉപയോഗിക്കാൻ നല്ലത്. വലിയ വണ്ടി അടി തട്ടുന്നില്ല. അതെ, അതായത് ഏത് മലയിലും കുന്നിലും കയറിപ്പോയാലും പ്രശ്നമില്ല, അടി തട്ടൂല. നമുക്ക് ഇദ്ദേഹത്തോട് പിന്നെ ഈ വാഹനത്തിന്റെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്? നെഗറ്റീവായിട്ട് എന്തെങ്കിലും? നമ്മൾ പറഞ്ഞാൽ ഇപ്പം
നമ്മളെ ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് മലയോര മേഖലയാണ്. അപ്പം ചില കയറ്റങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വേലി ഗിയർ മാറ്റില്ല, വേലി മുട്ടും. വേലി മുട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇട്ടിട്ട് തന്നെ എടുക്കണം. വണ്ടി സ്ലോ വണ്ടി സ്ലോ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇടണം. സെക്കൻഡിൽ ഇട്ടാൽ ചില സമയത്ത് വലിക്കുന്നില്ല വണ്ടി. ആ ചെറിയൊരു പ്രശ്നമുണ്ട്. വേറൊരാൾ കൂടി ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന വ്യക്തിയുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു റിലേഷൻ കൂടിയായ വേറൊരു വ്യക്തിയുണ്ട്. ഇദ്ദേഹം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹമാണ് ഈ വാഹനം ഉപയോഗിച്ചില്ല. അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ഈ വാഹനത്തിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. നമുക്ക് അദ്ദേഹത്തെ വീഡിയോയിലേക്ക് കൊണ്ടുവരാം. ഇദ്ദേഹം കുറച്ച് നാളായിട്ട് ഈ വാഹനം ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു റിലേഷനും കൂടിയാണ്. പേരൊന്ന് പറഞ്ഞോളൂ. എൻ്റെ ഒരു റഫീഖ് എന്നാണ്. ഞാൻ അധികം മൂപ്പരുടെ കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ഞങ്ങൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം ടയർഡ് ആകുമ്പോഴത്തേക്ക് മാറി ഓടിക്കാറൊക്കെ ഉണ്ട്. മംഗലാപുരത്തേക്ക് 2-3 പ്രാവശ്യം അങ്ങനെ യാത്ര ചെയ്തിരുന്നു. വണ്ടിയിൽ മോശമില്ല, നമുക്ക് നല്ലൊരു അഭിപ്രായമാണ് വണ്ടിയെക്കുറിച്ച്. ചെറിയ നമ്മളുടെ സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ നമുക്ക് മിതമായ രീതിയിൽ നമുക്ക് ചെറിയൊരു നമ്മുടെയൊക്കെ സ്വപ്നത്തിനൊത്ത ഒരു SUV പോലെ നമുക്ക് വേണമെങ്കിൽ കരുതാം. പിന്നെ ഇതാണ് വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. നല്ല മൈലേജ് ഉണ്ട്. ടൗണിലൊക്കെ നമുക്ക് നല്ല ഹൈവേയിലൊക്കെ പോകുമ്പോൾ മോർ ദാൻ 20-21 കിലോമീറ്റർ വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മൈലേജാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഈ ഹിൽ ഏരിയയിലും അതേപോലെ റഫ് റോഡിലൊക്കെ നമ്മൾ മെല്ലെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ബ്രേക്ക് ഔട്ടുകയും ക്ലച്ച് മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ മൈലേജ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായതുകൊണ്ട് മലയോര പ്രദേശത്തെല്ലാം നമുക്ക് വളരെ ക്ലിയറൻസ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അടി തട്ടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ആണ് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞതാണ് വലിയ കയറ്റത്തിൽ 5 പേരൊക്കെ പോകുമ്പോൾ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും വാഹനത്തിന് ഒരു വലിയ കുറവുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഡ്രോബാക്ക്? നമ്മൾ അധികം ആളെ ആയിട്ട് പോകാൻ പാടില്ല. ഇങ്ങനെ ഒരു വണ്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 4 ആളൊക്കെ പോവുകയാണെങ്കിലാണ് നമുക്കത് വളരെ കംഫർട്ടായിട്ട് പോകാൻ പറ്റൂ. പിന്നെ കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ എൻജിൻ പവർ നമ്മൾ അറിയണമല്ലോ. 1.2 മാക്സിമം നമുക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാകുമ്പോൾ തീർച്ചയായിട്ടും അതിനേക്കാളനുസരിച്ചിട്ട് മൈലേജ് തരുന്നുണ്ട്. മൈലേജ് നമുക്ക് തരുന്നുണ്ട്. മൈലേജ് തരാത്ത വാഹനങ്ങൾക്ക് പവറും കൂടുതലായിരിക്കും. തീർച്ചയായിട്ടും അതാണ്. അപ്പൊ ലൈറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം? ഈ ഹെഡ് ലൈറ്റ് നമുക്ക് രാത്രിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വിസിബിൾ ഒരു കാണാത്ത പോലെ അത്ര ഒരു പ്രകാശം ഇല്ലാത്തതുപോലെ തോന്നുന്നു. പിന്നെ അത് കമ്പനി ഇൻബിൽഡായിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ നമുക്ക് തന്നെ ആയിട്ടുള്ള ഒരു LED ഒരു പവർഫുൾ ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ വിസിബിളായിട്ട് വരും. അത് തീർച്ചയായിട്ടും എല്ലാ സമയങ്ങളിൽ ഫീലിങ്സ് വളവോടിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വിസിബിൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ നെഗറ്റീവുകൾ മാത്രമേ ഉള്ളൂ ഈ വാഹനത്തിനെ കുറിച്ചിട്ട്. തീർച്ചയായിട്ടും അപ്പം കൂടുതൽ ഉപയോഗിച്ചിട്ടാകുമ്പോൾ ഒരു കംഫർട്ട് കൂടുതലായിട്ട് ഈ വാഹനത്തിനെ കുറിച്ചിട്ട് പറയാനില്ല പോസിറ്റീവ് വശങ്ങളായിരിക്കും അല്ലേ? പോസിറ്റീവ് വശങ്ങളാണ്. കാരണം ഈ ഒരു 10.19 എന്ന് വെച്ചാൽ 10-20 ലക്ഷത്തോട് നമുക്കിങ്ങനെ എല്ലാ സൗകര്യങ്ങളും. ഡിക്കിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇതിനകത്ത് ഏകദേശം അത്യാവശ്യം യാത്രയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ബാഗൊക്കെ നമ്മുടെ ലഗേജ് ഒക്കെ ഇതിനകത്ത് നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ പറ്റും. ഇതാണ്. അതുപോലെ അകത്തുള്ള സ്പേഷ്യസ് ആണെങ്കിലും നല്ല സ്പേഷ്യസ്, നല്ല കാലൊന്നും മുട്ടാണ്ട്. സാധാരണ എല്ലാ വണ്ടിയിലും നമ്മളെ ബാക്ക് സീറ്റിനൊക്കെ മുട്ടുമല്ലോ. ഇത് അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ. പിന്നെ പ്രത്യേകിച്ചിട്ട് വേറൊരു കാര്യം പറയേണ്ടത്, സെൻട്രൽ നടുക്കിരിക്കുന്നവർക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. കാലിന് മുട്ടുന്ന അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിന് ഒരു ഹമ്പില്ലാത്തത് കൊണ്ട് വളരെ പാരലായിട്ട് നമുക്ക് ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടോ ഒരു കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നില്ല. അതാണ് അതുപോലെ ഈ ഒരു 10-20 സംതിങ് ലാക്സിന് നമുക്ക് നല്ലൊരു XUV ആണ് കിട്ടുന്നത്. ഒരു XUV വാഹനം എടുക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു 50 lakhs ഒക്കെ കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ടും നല്ലൊരു വണ്ടി തന്നെയാണ് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം? അതെ. ഇതുപോലുള്ള ഒരുപാട് വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഏതാണ് വാഹനം ഉപയോഗിക്കുന്നത്, നിങ്ങൾ ആ വാഹനത്തിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.